പഞ്ചായത്ത് പോകുന്നത് വയനാട് ജില്ലയിലെ തവിഞ്ഞാൽ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് എൽ.സി. ജോയ് ഉണ്ട്. സ്വാഗതം ശ്രീമതി എൽ.സി. ജോയ്. തവിഞ്ഞാൽ പഞ്ചായത്ത് ഒരു കാർഷിക മേഖലയാണ്. കൃഷി, വിദ്യാഭ്യാസം, മാലിന്യ സംസ്കരണം തുടങ്ങിയ മേഖലയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ഊന്നൽ നൽകിയിട്ടുള്ള വ്യത്യസ്ത പരിപാടികളൊക്കെയാണ് നടപ്പിലാക്കി വരുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ ഏതൊക്കെ രീതിയിലുള്ള ഇടപെടലാണ് പഞ്ചായത്ത് നടത്തി വരുന്നത്? വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ മുഴുവൻ സ്കൂളുകൾക്കും സ്റ്റേഷനറി ഉൾപ്പെടെയുള്ള, അതായത് ഓഫീസ് സ്റ്റേഷനറികൾ പൂർണ്ണമായും നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനം കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോഴും തുടരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ സ്മാർട്ട് ആകുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ നമ്മൾ സ്മാർട്ട് സ്ക്രീൻ, ഇന്ററാക്റ്റീവ് പാനൽ ഉൾപ്പെടെ നടത്തിക്കൊണ്ടുള്ള പ്രവർത്തനമായി കഴിഞ്ഞ വർഷവും ഈ വർഷവും അതിന്റെ പ്രവർത്തനം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോത്ര ഫെസ്റ്റിന് ഓരോ സ്കൂളിനും നമ്മൾ ചെറിയൊരു തുക മാറ്റിവെച്ചുകൊണ്ട് അതും പഞ്ചായത്ത് തല ഗോത്ര ഫെസ്റ്റിനുള്ള ഫണ്ട് നമ്മൾ മാറ്റിവെച്ച് അതിന്റെ പ്രവർത്തനമായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട്. മറ്റ് സ്കൂളിൽ നിന്ന് വ്യത്യസ്തമായി LSS USS പരിശീലനം നൽകിക്കൊണ്ട് കുട്ടികളെ പരീക്ഷകളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ആ പ്രവർത്തനമായി മുൻപോട്ട് പോകുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ആവശ്യമായ അടുക്കള ഉപകരണങ്ങൾ പൂർണ്ണമായും ഫർണിച്ചറുകളും നൽകിക്കൊണ്ട് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ കുട്ടികളെ കൊഴിഞ്ഞുപോക്ക് തടയുന്ന രീതിയിലുള്ള പ്രവർത്തനമായിട്ട് ഒപ്പം എന്ന പദ്ധതിയുമായി നമ്മൾ മുൻപോട്ട് പോകുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കൂളുകളില് UP വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് കഴിഞ്ഞതിന് മുൻപിലത്തെ വർഷം അവർക്ക് ഫുട്ബോൾ മത്സരം നടത്തുകയും അതിൽ വിജയികളായ കുട്ടികളെ പഞ്ചായത്ത് തലത്തിൽ സെലക്ട് ചെയ്തുകൊണ്ട് അവർക്ക് ജേഴ്സി അടക്കമുള്ള സാധനങ്ങൾ കൊടുത്തുകൊണ്ട് ആ പ്രവർത്തനമായി മുൻപോട്ട് പോകുന്നു. അതുപോലെ മുഴുവൻ സ്കൂളുകളിലും സ്പോർട്സ് കിറ്റ് കുട്ടികൾക്ക് വിതരണം ചെയ്തുകൊണ്ട് നമ്മൾ പ്രത്യേകമായ പദ്ധതികളായി എടുത്തു പോകുന്നുണ്ട്. അല്ലാതെ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾക്ക് പുറമെയാണ് നമ്മൾ ഈ പദ്ധതികളൊക്കെ നിലവിലുള്ളത്. അതുപോലെ നമ്മളൊരു സ്കൂളിന് ബയോ പാർക്ക് കൊടുത്ത ഒരു ഹരിത പാർക്ക് നമ്മൾ നൽകിയിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ഒരു സ്കൂളിന് ഓപ്പൺ സ്റ്റേജ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും തവിഞ്ഞാൽ പഞ്ചായത്തിന്റെ ഏറ്റവും എടുത്തു പറയേണ്ടത് പഞ്ചായത്തിലെ 19 വിദ്യാലയങ്ങളുടെ ചരിത്രമടങ്ങുന്ന ഒരു വിദ്യാലയ ചരിത്ര സ്മരണിക നവദശം പ്രകാശനം ചെയ്തിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് എത്തിപ്പെട്ടത്? ഇങ്ങനെയുള്ള ഒരു ആശയം എത്തിപ്പെടാൻ കാരണം നമ്മുടെ PEC, നമ്മൾ എല്ലാ മാസവും PEC യോഗം കൂടാറുണ്ട്. നമ്മുടെ ജനപ്രതിനിധികളും അതുപോലെ HM-ഉം PTA പ്രസിഡന്റും അടക്കമുള്ള ആളുകളിരുന്ന് 19 സ്കൂളിലെ പ്രാതിനിധ്യത്തോടെ നമ്മൾ PEC യോഗം എല്ലാ മാസവും കൂടാറുണ്ട്. അതിൽ വിശദമായി നമ്മുടെ അക്കാദമിക കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായും ചർച്ച ചെയ്യും. അതുപോലെ വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളും ചർച്ച ചെയ്യും. ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു ആശയമായിരുന്നു നമ്മുടെ 19 സ്കൂളുകളും വ്യത്യസ്തങ്ങളായ മേഖലയിൽ പല കാരണങ്ങളാൽ രൂപീകരിക്കപ്പെട്ട സ്കൂൾ ആയതുകൊണ്ട് അതിന്റെ ചരിത്ര പ്രഖ്യാപനം നടത്തണം എന്നുള്ള ഒരു ചിന്ത വരികയും 19 സ്കൂളും വളരെ കൃത്യമായി അതിന്റെ തുടക്കം മുതലുള്ള അതിന് ഒരാളാണോ വ്യക്തിയാണോ തുടങ്ങിയ അത് മുതലുള്ള കാര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അതിന്റെ ചരിത്രം നമ്മൾ രേഖപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ചരിത്ര പ്രഖ്യാപനം നമ്മൾ നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും തവിഞ്ഞാൽ പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളും സ്മാർട്ടാണ്. 65 ഇന്ററാക്റ്റീവ് പാനലുകൾ അടക്കം സ്ഥാപിച്ചിട്ടുണ്ട് ഓരോ സ്കൂളുകളിലും, അല്ലേ? 2018 ഉരുൾപൊട്ടലുണ്ടായ പ്രദേശമാണ് തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത്. ഇപ്പോഴും മഴക്കാലത്തൊക്കെ വെള്ളം കയറുന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ട്. ഈ മഴക്കാലത്തൊക്കെ വെള്ളം കയറുന്ന പ്രദേശങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് പരിഹാരം കണ്ടെത്തുന്നത്? മഴക്കാലത്ത് നമ്മൾ വെള്ളം കയറുമ്പോൾ മിക്ക വീടുകളും പുഴയോരങ്ങളോട് ചേർന്ന വീടുകളിലാണ് ഈ വെള്ളം കയറുന്നത്. അപ്പൊ ആ സമയമാകുമ്പോൾ നമ്മൾ അവിടെ നിന്നും ആളുകളെ നമ്മുടെ സ്കൂളുകളിലേക്കും മറ്റു പൊതുസ്ഥാപനങ്ങളിലേക്കും സർക്കാർ ലിസ്റ്റിൽപ്പെട്ട മറ്റ് സ്ഥാപനങ്ങളിലേക്കും മാറ്റി പാർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഒരു മഴക്കാല സമയത്ത് ഇവരെ മാറ്റി, ചിലപ്പോൾ ഒരു വർഷം 2-3 പ്രാവശ്യമൊക്കെ മാറ്റി താമസിപ്പിക്കേണ്ടതായി വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ സ്കൂളുകളിൽ അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങൾ അത്യാവശ്യം വേണ്ട ഭൗതിക സാഹചര്യങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ട് അവരെ അങ്ങോട്ട് മാറ്റുന്ന രീതിയിലാണ് നമ്മളുടെ ആ ഒരു കാലവർഷത്തിൽ നമ്മൾ അവരെ അതിൽ നിന്ന് മാറ്റി സുരക്ഷിതമായി കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒന്നാണ് പാർപ്പിടം എന്ന് പറയുന്നത്. ഭവന നിർമ്മാണം എത്രത്തോളം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിൽ? ഭവന നിർമ്മാണം നമുക്കറിയാം, നമ്മളിപ്പോൾ നൽകുന്നത് നമ്മളെ ലൈഫ് പദ്ധതി അതുപോലെ PMAY ആണ്. പഞ്ചായത്തിന് നേരിട്ട് പദ്ധതികൾ ഏറ്റെടുത്ത് ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. എങ്കിൽ പോലും നമ്മളുടെ പഞ്ചായത്തിൽ SC ST കൂടുതലുള്ളത് കൊണ്ട് അവർക്ക് കൂടുതലായും പൂർണ്ണമായും നൽകിയതിനു ശേഷം മാത്രമാണ് നമുക്ക് ജനറൽ പദ്ധതികളിലേക്ക് പോകാൻ സാധിക്കുക. നിലവിൽ 500-ന് മുകളിലോളം വീടുകൾ നമുക്കിപ്പോൾ നിലവിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 200-ലധികം വീടുകൾ എഗ്രിമെന്റ് വെച്ച് അതുമായി മുൻപോട്ട് പോകുന്നു. നമുക്ക് ഇനി കൂടുതലായിട്ട് ലോണുകളുടെ ആവശ്യമുണ്ട്. അതിനുശേഷമാണ് നമുക്ക് പൂർണ്ണമായും വീടുകളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുക.
ആരോഗ്യരംഗത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ എത്രത്തോളമാണ്? ഈ CHC ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ്. ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത് പഞ്ചായത്തിന്റെ സ്വന്തമായിട്ടൊരു കുടുംബാരോഗ്യം വേണമെന്നുള്ളതാണ്. ഇതിലുള്ള നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? നിലവിൽ നമ്മുടെ PHSC കെട്ടിടം പ്രവർത്തിക്കുന്ന ഒരു വാടക ബിൽഡിങ്ങിലാണ്. അപ്പൊ നമുക്കറിയാം, നമ്മള് ഒരു 10 വർഷം മുന്നേ തന്നെ നമുക്ക് സർക്കാർ നമ്മുടെ ജയലക്ഷ്മി മിനിസ്റ്റർ ആയ സമയത്ത് നമുക്ക് ഈ PHSC സ്വന്തമായി ഒരു ബിൽഡിങ്ങിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുകയും അതിന്റെ പ്രവൃത്തിയെ മുൻപോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സർക്കാർ 5 കോടി രൂപ അതിനുവേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ലാത്ത സാഹചര്യമാണുള്ളത്. അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചാൽ മാത്രമേ നല്ല രീതിയിലുള്ള ഒരു ആശുപത്രി അത് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. പക്ഷെ നമ്മുടെ ഡോക്ടർമാരും നഴ്സും ഒക്കെ വളരെ നന്നായി, നഴ്സുമാരും മറ്റ് ആരോഗ്യരംഗത്തെ പ്രവർത്തകരൊക്കെ വളരെ സജീവമായി തന്നെ ഇടപെടുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ വാടക കെട്ടിടത്തിലാണെങ്കിലും ഇപ്പോൾ അതിന്റെ പ്രവർത്തനം മുൻപോട്ട് പോകുന്നുണ്ട്. പക്ഷെ മറ്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് സ്വന്തമായി ബിൽഡിംഗ് ഉണ്ടായേ തീരൂ. തീർച്ചയായിട്ടും തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് ഒരു കാർഷിക മേഖല കൂടിയാണ്. ക്ഷീര കർഷകരൊക്കെ ഒരുപാടുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ്. കാർഷിക മേഖലയിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്? കാർഷിക മേഖലയിൽ നമ്മൾ എല്ലാ മേഖലയും തൊട്ട് തലോടിക്കൊണ്ടാണ് പോകുന്നത്. നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്കറിയാം, നമ്മുടെ മണ്ണിലെ മൂലകങ്ങൾ നല്ല രീതിയിൽ ഏർപ്പെടുന്നതിന് വേണ്ടി നമ്മൾ നല്ലൊരു തുകയ്ക്ക് ഒരു 20 ലക്ഷത്തിന് മുകളിലധികം ഓരോ വർഷം വെച്ചുകൊണ്ട് നമ്മൾ നീറ്റുകക്ക വിതരണം ചെയ്യാറുണ്ട്. അതുപോലെ നമ്മുടെ നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് നെൽകൃഷി കൂലിച്ചെലവ് സബ്സിഡി നമ്മൾ നൽകുന്നു. പച്ചക്കറി കൂലി ചെലവ് സബ്സിഡി നൽകുന്നതുണ്ട്. അതോടൊപ്പം നമ്മളെ പച്ചക്കറി തൈകൾ കുടുംബശ്രീ അംഗങ്ങൾക്ക്, ഓരോ കുടുംബശ്രീ അംഗങ്ങളുടെയും കൈകളിലൂടെ പച്ചക്കറി തൈ നമ്മളുടെ എല്ലാ വീടുകളിലും എത്തുന്ന രീതിയിൽ ജൈവകൃഷി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തൈകൾ വിതരണം ചെയ്ത് അതിന്റെ പ്രവർത്തനമായി മുൻപോട്ട് പോകുന്നു. അതുപോലെ തന്നെ മറ്റ് പഞ്ചായത്തുകളൊന്നും നടത്താത്ത വിധം നമ്മൾ ഒരു മണ്ണ് പരിശോധന, പ്രത്യേക രീതിയിലുള്ള ഒരു മണ്ണ് പരിശോധന നമ്മൾ നടത്തിയിട്ടുണ്ട്. മണ്ണിലെ ഘനമൂലകങ്ങളെ അളവ് കണ്ടെത്തിക്കൊണ്ട് മണ്ണുത്തി കേന്ദ്രമായിട്ടുള്ള നമ്മളുടെ പഠനക്കാട് ഓഫീസിൽ എത്തിച്ചുകൊണ്ട് നമ്മളുടെ കർഷകരിൽ നിന്നും മണ്ണ് ശേഖരിച്ച് അതിന്റെ സാമ്പിൾ ശേഖരിച്ച് അവിടെ എത്തിച്ച് അതിന്റെ പരിശോധനയും അതിന്റെ കാർഡ് ഉൾപ്പെടെ വിതരണം ചെയ്യുന്ന രീതിയിൽ ഒരു പ്രത്യേക മണ്ണ് പരിശോധന രീതി തന്നെ നമ്മൾ അവലംബിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള നീറ്റുകക്ക കുമ്മായി വിതരണം കൂടെ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും കാർഷിക മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും അടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. കാർഷിക മേഖലയാണ്, അതുപോലെ തന്നെ ക്ഷീരമേഖല ആയതുകൊണ്ടും നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയ്ക്കും കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ്. പഞ്ചായത്തിലെ 19 വിദ്യാലയങ്ങളുടെ ചരിത്രമടങ്ങിയൊരു വിദ്യാലയ ചരിത്ര സ്മരണിക നവദശം എന്നൊരു പുസ്തകം പഞ്ചായത്ത് പ്രകാശനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തവിഞ്ഞാൽ പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളും സ്മാർട്ടാണ്. 65 ഇന്ററാക്റ്റീവ് പാനലുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ആരോഗ്യരംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും നടത്തി വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്തിന് സ്വന്തമായിട്ടൊരു CHC കെട്ടിടം വേണമെന്നുള്ളത്, സ്വന്തമായിട്ടൊരു കുടുംബാരോഗ്യ കേന്ദ്രം വേണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ പാലിറ്റീവ് പ്രവർത്തനം എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? ഒരു ക്ഷയരോഗമുക്ത പഞ്ചായത്ത് കൂടിയാണ് തവിഞ്ഞാൽ പഞ്ചായത്ത്. അതെ. പാലിയേറ്റീവ് പ്രവർത്തനം നമ്മൾ നല്ലൊരു തുക പാലിയേറ്റീവ് പ്രവർത്തനത്തെ ഓരോ വർഷവും നമ്മൾ മാറ്റി വെക്കാറുണ്ട്. നമുക്ക് 2 യൂണിറ്റുകൾ നമ്മൾക്കുണ്ട് പാലിയേറ്റീവ് പ്രവർത്തനത്തിനായിട്ട്. 2 വണ്ടികൾ നമ്മളുടെ ദിവസവും 2 ആംബുലൻസ് നമ്മുടെ പാലിയേറ്റീവ് പ്രവർത്തനം, അതിൽ ആവശ്യമായ ഡ്രൈവറും നഴ്സുമാരും ഉൾപ്പെടെ നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ മേഖല അവിടെ പ്രവർത്തനം വളരെ സജീവമായി തന്നെ നന്നായി മുൻപോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ സന്നദ്ധ സംഘടന നമ്മുടെ ഒപ്പം സഹകരിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനം മുൻപോട്ട് പോകുന്നു. പാലിയേറ്റീവ് പേഷ്യൻസിന്റെയും അതുപോലെ അവരുടെ കൂട്ടിരിപ്പുകാരുടെയും സംഗമം നമ്മൾ എല്ലാ വർഷവും നല്ല രീതിയിൽ തന്നെ നടത്താറുണ്ട്. അത് വളരെ സജീവമായി നല്ല രീതിയിൽ തന്നെ, ഒപ്പം നമ്മളുടെ ഡോക്ടർമാരും അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫുകളൊക്കെ നന്നായി സഹകരിച്ചുകൊണ്ട് തന്നെ നല്ല പ്രവർത്തനം, ഒപ്പം നമ്മുടെ ആശമാരും, ഒപ്പം അവരോടൊപ്പം സന്നദ്ധ സേന വാളണ്ടിയർമാർ കുറെ പേരുണ്ട്. ഇവരെല്ലാം ഈ രംഗത്ത് സജീവമായതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ നല്ല രീതിയിൽ അതിന്റെ പ്രവർത്തനം മുൻപോട്ട് പോകുന്നുണ്ട്. മാലിന്യ സംസ്കരണം എത്രത്തോളം തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്? മാലിന്യ സംസ്കരണത്തിൽ നമ്മൾ വളരെ മുൻപോട്ട് പോയിട്ടുണ്ട്. കാരണം സർക്കാർ കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം സമ്പൂർണ്ണ മാലിന്യ മുക്ത കേരളം എന്ന പദ്ധതിയുമായി തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മുടെ പഞ്ചായത്ത് അഴകോടെ തവിഞ്ഞാൽ എന്ന പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളും അതുപോലെ പുഴകളും തോടുകളും എല്ലാം, അതുപോലെ പൊതു ഇടങ്ങള്, റോഡുകള്, മുഴുവൻ സ്ഥലങ്ങൾ, ടൗണുകള്, മുഴുവൻ സ്ഥലങ്ങളും മാലിന്യമുക്തമാക്കുന്ന രീതിയിൽ ഒരു വലിയ യജ്ഞം തന്നെ നമ്മൾ നടത്തി. അതിൽ നിന്ന് നമുക്ക് ഒത്തിരിയേറെ ടൺ കണക്കിന് നമ്മുടെ മാലിന്യങ്ങൾ
നമുക്ക് നമ്മുടെ MCF എത്തിച്ച് നമ്മുടെ ക്ലീൻ ഏജൻസിക്ക് കൈമാറേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അന്ന് എല്ലായിടവും നന്നായി തന്നെ നമ്മൾ അതിന്റെ ഒരു പ്രവർത്തനമായിട്ട് മുൻപോട്ട് പോയി. അതിന് നമുക്ക് MCF ഉണ്ട്. MCFന്റെ സൗകര്യം കുറവായതുകൊണ്ട് തന്നെ പുതിയ ഒരു ബിൽഡിംഗ് കൂടി അതിലെടുക്കുകയും നമ്മൾ ബെയിലിംഗ് മെഷീൻ അടക്കം അതിന്റെ പ്രവർത്തനം മുൻപോട്ട് പോയിട്ടുണ്ട്. ഹരിതകർമ്മസേന 100% വിജയകരമായ പ്രവർത്തനമായിട്ട് അവർ മുൻപോട്ട് പോകുന്നു. നമ്മളുടെ എല്ലാ വാർഡുകളിലും 2 MCFും അതുപോലെ 4 മുതൽ 6 വരെയുള്ള ബോട്ടിൽ ബൂത്തുകൾ നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു. ഇനിയും കുറവുള്ള ഭാഗങ്ങളിൽ കൂടുതൽ വേണ്ട ഭാഗങ്ങൾ നമ്മൾ അത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഖരമാലിന്യ തരംതിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു വീടിന് 2 ബിന്ന് വെച്ച് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ പ്രധാന ടൗണുകളിലും മറ്റു മേഖലകളിലൊക്കെ മാലിന്യം നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയും ബിന്നുകൾ സജ്ജീകരിച്ചുകൊണ്ട് ഇതിന്റെ പ്രവർത്തനമായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ മാലിന്യമുക്ത നവകേരളത്തിന്റെ സീറോ വേസ്റ്റ് ദിനാചരണത്തിന്റെ ഭാഗമായി മുഴുവൻ പൊതു ഇടങ്ങളും, മുഴുവൻ മേഖലകളും, മുഴുവൻ ടൗണുകളും എല്ലാ ഭാഗവും പൂർണ്ണമായും നമ്മൾ വൃത്തിയാക്കി ശുചീകരിച്ചുകൊണ്ട് മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് നമ്മൾ ഈ 30-ാം തീയതിയാണ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ രീതിയിൽ നല്ലൊരു പ്രവർത്തനം എടുത്തു പറയേണ്ടത് നമ്മുടെ ഹരിതകർമ്മ സേന അംഗങ്ങളുടെ പ്രവർത്തനം തന്നെയാണ്. അത് വളരെ വിജയകരമായി നമ്മുടെ പഞ്ചായത്തിൽ നടന്നു വരുന്നുണ്ട്. തീർച്ചയായിട്ടും മാലിന്യ സംസ്കരണ രംഗത്തടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ആ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അതുപോലെ തന്നെ തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൽ ഗോത്ര വിഭാഗക്കാരുണ്ട്. ഈ പിന്നോക്ക വിഭാഗക്കാർക്ക്, ഈ ഗോത്ര വിഭാഗക്കാർക്കുള്ള എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്? പിന്നോക്ക വിഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നോക്ക വിഭാഗ പ്രായമായവർക്ക് നമ്മുടെ ആയുർവേദ മരുന്ന് നമ്മൾ ആയുർവേദം വയോജന ക്ഷേമത്തിലൂടെ എന്ന പദ്ധതിയുമായി നമ്മൾ മുൻപോട്ട് പോയിരുന്നു. അതുപോലെ വൃദ്ധജനങ്ങൾക്ക് നമ്മൾ കട്ടിൽ വിതരണം ചെയ്യുന്നുണ്ട്, പുതപ്പ് വിതരണം ചെയ്തിരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പോൾ നമ്മൾ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വനിതാ അംഗങ്ങൾക്ക് വേണ്ടി, കുടുംബശ്രീ അംഗങ്ങൾക്ക് വേണ്ടി നമ്മൾ പോത്തുകുട്ടി വിതരണം, ആട് വിതരണം, അതുപോലെ കന്നുകുട്ടി വിതരണം, അതുപോലെ കോഴി വിതരണം, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മളിപ്പോൾ പ്രധാനമായും മുൻപോട്ട് പോകുന്നത്. തീർച്ചയായും ലഹരി വ്യാപനമൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ലഹരി വിരുദ്ധ പദ്ധതികൾ എന്തൊക്കെയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്? വിവിധ പദ്ധതികൾ നമ്മൾ ഇപ്രാവശ്യം അവർക്ക് ബോധവൽക്കരണ ക്ലാസ്സുകൾ അടക്കം ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു പ്രധാന ഭാഗം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഗോത്ര ഫെസ്റ്റുകൾ ഊരുകളിൽ നിന്നുള്ള കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് കൂടിയുള്ള അവസരം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഗോത്ര ഫെസ്റ്റിന്റെ പരിപാടിയായി നമ്മൾ മുൻപോട്ട് പോകുന്നത്. ഓരോ സ്കൂൾ സംബന്ധമായ ഗോത്ര ഫെസ്റ്റിലും അവരുടെ കുട്ടികളുടെ അച്ഛനമ്മമാർ ഉൾപ്പെടെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം കൂടെ നമ്മൾ അവർക്ക് നൽകാറുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ലഹരി മുക്ത പരിപാടിയുമായിട്ട് അതിന് പ്രത്യേക പ്രോജക്റ്റ് ബോധവൽക്കരണ ക്ലാസ്സുകൾ അടക്കമുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇനിയുള്ള ഭാവി വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? നിലവിൽ നമ്മൾ ഇപ്രാവശ്യം തന്നെ നമ്മളുടെ പഞ്ചായത്തിനോട് ചേർന്ന് തന്നെ നമ്മൾ ഒരു നിലവിൽ ഇപ്പോൾ വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെ ഒരു പ്രവർത്തനം വളരെ സജീവമായി നടക്കുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് ഓപ്പൺ സ്റ്റേജ് അതിനോട് ചേർന്ന് തന്നെ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതികളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടേക്ക് എ ബ്രേക്ക്, അതുപോലെ തന്നെ വനിതകൾക്കായി ഒരു ഫുഡ് പാർക്ക്, അതോടൊപ്പം ഒരു മോഡൽ അംഗൻവാടി, ഇതെല്ലാം കൂടെ ഒരു പ്ലോട്ടിൽ തന്നെ നല്ല രീതിയിൽ, അതുപോലെ ഹാപ്പിനെസ് പാർക്ക്, ഈ 3 പദ്ധതിയും ഒരേ സ്ഥലത്ത് തന്നെ ഒരുമിച്ച് ചെയ്യുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് നമ്മളിപ്പോൾ മുൻപോട്ട് പോകുന്നത്. അതുപോലെ നമുക്കൊരു വാട്ടർ ATM നമ്മളിപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ തലപ്പുഴ ടൗണിൽ. അതോടൊപ്പം തന്നെ നമ്മൾ ഇനി അടുത്ത വർഷം പ്രധാനമായും കണ്ടെത്തുന്നത് നമുക്ക് PHSക്ക് ബിൽഡിംഗ് ഇല്ലെന്ന് ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. പക്ഷെ CHC നല്ല സൗകര്യമുള്ള ഒരു ആശുപത്രിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലോക്കുമായി സഹകരിച്ചുകൊണ്ട് ഒരു ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങുന്നതിനുള്ള ഒരു പദ്ധതി നമ്മൾ ഇപ്രാവശ്യം പുതിയതായി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒപ്പം നമ്മളുടെ പഞ്ചായത്തിനോട് ചേർന്ന ഒരു പാരിസൺ എസ്റ്റേറ്റ് ഉണ്ട്, അവരുമായി സഹകരിച്ചുകൊണ്ട് പഞ്ചായത്തിന് നിലവിൽ ഒരു ബസ് സ്റ്റാൻഡ് ഇല്ല, ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന പദ്ധതിയുമായി മുൻപോട്ട് പോകാനാണ് ഇപ്പോൾ നമ്മൾ പ്രധാനമായും ആലോചിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഈ സ്ത്രീ ശാക്തീകരണ രംഗത്ത് എന്തൊക്കെ പദ്ധതികളാണ് പഞ്ചായത്ത് ആവിഷ്കരിച്ചിരിക്കുന്നത്? സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങളൊക്കെ നൽകുന്നുണ്ടോ? സ്ത്രീ ശാക്തീകരണത്തിന് നമുക്ക് കുറച്ച് യൂണിറ്റുകൾ നിലവിലുണ്ട്. നമ്മുടെ ന്യൂട്രിമിക്സ് പ്രോജക്റ്റ്, അതുപോലെ നമ്മുടെ തുണിസഞ്ചി നിർമ്മിക്കുന്ന യൂണിറ്റ്, അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലേക്ക് ഭക്ഷണം എന്ന് വെച്ചാൽ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ എത്തിക്കുന്ന യൂണിറ്റ്. അതോടൊപ്പം നമ്മളിപ്പോൾ ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങളായി 3 പദ്ധതികൾ കൂടെ ആവിഷ്കരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നിലവിൽ ഒരു വനിതാ ഫിറ്റ്നസ് സെന്റർ കുടുംബശ്രീ മുഖേനയാണ് നടത്തുന്നത്. വനിതാ ഫിറ്റ്നസ് സെന്റർ ഇപ്പോൾ നൽകുന്നത് ശരിക്കും കുടുംബശ്രീ മുഖേനയാണ്. അതുപോലെ നമ്മുടെ പച്ചക്കറി തൈകളുടെ വിതരണം പൂർണ്ണമായും കുടുംബശ്രീ ഏൽപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനമായിട്ട് നമ്മൾ മുൻപോട്ട് പോകുന്നത്.
തീർച്ചയായിട്ടും വയനാട് ജില്ലയിലെ തവിഞ്ഞാൽ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് പങ്കുവച്ചത്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീമതി LC ജോയ്.